കാലാവസ്ഥാ മാറ്റം ഇന്നും ഇവിടെ മാധ്യമങ്ങൾക്ക് പുറത്തു തന്നെ. ലോക റേഡിയോ ദിനമായിരുന്നു ഫെബ്രുവരി 13. ഗോഡ്സില എന്ന ആണവഭൂതം വരികയായി. ലോക്സഭ വിലയിരുത്തപ്പെടുമ്പോൾ നേട്ടമോ കോട്ടമോ കൂടുതൽ? വിലക്കപ്പെട്ട 2 ചിത്രങ്ങൾ. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. വാർത്ത എന്നാൽ സംഭവിച്ചു കഴിഞ്ഞതിൻ്റെ വിവരമാണ് പൊതുവെ. കാലാവസ്ഥ വാർത്തയാകാറുള്ളത് വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനമായിട്ടാണ്. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞ ഒരു ദുരവസ്ഥയായി ഇന്നത് വാർത്തയിൽ എത്തേണ്ടി വന്നിരിക്കുന്നു. ഭൂമിയെ ബാധിച്ചു കഴിഞ്ഞ ആഗോള താപനത്തിൻ്റെ അസുഖകരമായ വിവരമായിട്ട്. NASA scientists have combined data from several climate models. Changes in climate and CO2 in the atmosphere that we're going to witness now and for the next few centuries potentially is this end Permian time when back in the 70s, I remember the 70s. Either prove or disprove global climate change. Society face right now. We really need to look at what's happening. When you see the devastation that's going on around the world. We're already experiencing climate change. അസാധാരണമായ ചൂടിലേക്കും കടുത്ത ദിനാവസ്ഥകളിലേക്കും ഭൂമി കുതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുസ്സൂചനകൾ വിവിധ വിദേശ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായ 37 വർഷങ്ങളായി ശരാശരിയിൽ കൂടിയ ചൂടാണ് ഭൂമി അനുഭവിക്കുന്നത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടിൽ ഭൂമിയുടെ ശരാശരി ചൂടിലെ വർധന നാസ ലളിതമായി ചിത്രീകരിച്ചത് കാണുക. മറ്റൊന്ന് ഗൂഗിൾ എർത്തിൽ നിന്ന്. ഇക്കഴിഞ്ഞ ആഴ്ചകളിലെ കാലാവസ്ഥാ വൈചിത്ര്യങ്ങളുടെ ഒരു സാമ്പിൾ ഫെബ്രുവരി പകുതിയോടെ US-ൽ കണ്ടു. കാലിഫോർണിയയിൽ ഇതുവരെ അനുഭവപ്പെടാത്ത കൊടും വരൾച്ച, കൃത്യമായി അതേ സമയത്ത് കിഴക്കൻ US-ൽ ശക്തമായ മഞ്ഞുവീഴ്ചയും അതിവൃഷ്ടിയും. പോളർ വോർട്ടെക്സ് എന്ന് പേര്. ബ്രിട്ടനിൽ കനത്ത മഴയും കൊടുങ്കാറ്റും. ജപ്പാനിൽ പതിവില്ലാത്ത മഞ്ഞുമഴ മൂലം 12 പേർ കൊല്ലപ്പെട്ടു. ഗതാഗതം തടസ്സപ്പെട്ടു. ദുരിതവും വറുതിയും വരാനിരിക്കുന്നു എന്ന് ചിലർ. എൽ നീനോ പ്രതിഭാസം ഇക്കൊല്ലം പകുതി കഴിഞ്ഞ് എത്താൻ സാധ്യതയുണ്ടത്രേ. കഴിഞ്ഞ തവണ എൽ നീനോ വന്നപ്പോൾ ഓസ്ട്രേലിയയിൽ വരൾച്ചയും അമേരിക്കയിൽ അതിവർഷവും ഉണ്ടായി. 2015-ൽ ലോകമെങ്ങും കഠിനമായ ചൂട് അനുഭവപ്പെടുമെന്ന് സയന്റിഫിക് അമേരിക്കൻ റിപ്പോർട്ട് ചെയ്യുന്നു. കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ പ്രവചനം വിശ്വസിക്കാമോ എന്ന ചോദ്യവുമായി ചിലർ. ജന്തുക്കളെ നിരീക്ഷിക്കുന്നതാണ് കൂടുതൽ നന്നാവുകയെന്ന് വേറെ ചിലർ. പൂച്ചയെ നോക്കി ദിനാവസ്ഥ പ്രവചിക്കുന്നത് എങ്ങനെയെന്ന് വെതർ പ്രോവബ്സ് എന്ന പുസ്തകത്തിൽ HHC ഡൺവുഡി വിവരിക്കുന്നുണ്ട്. ടൈം വാരിക ഉദ്ധരിച്ച ചില നാട്ടറിവുകൾ ഇങ്ങനെ: പൂച്ച മലർന്ന് വായ മുകളിലേക്കാക്കി കിടക്കുന്നത് കണ്ടാൽ കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കാം. പൂച്ച തുമ്മുന്നത് മഴയുടെ ലക്ഷണമാകുന്നു. പൂച്ച കൂർക്കം വലിക്കുന്നുവെങ്കിൽ മോശം കാലാവസ്ഥ വരുന്നു എന്നർത്ഥം. ഇപ്പറഞ്ഞതൊക്കെ ശരിയെങ്കിൽ പൂച്ചകൾക്കിനി പണി കൂടുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ. പ്രകടമായ ലക്ഷണങ്ങൾ തന്നെ ധാരാളം ഉണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. Number 1. A cat sneezes, grab your umbrella. I know you really want to grab your video camera, but according to the Army Signal Corps, a cat sneeze means rain. Number 2. Beanie. When cats lie on their backs with their mouths turned up, a storm is coming.
So resist the temptation to rub that belly because you're going to need all those fingers to shovel the driveway. ആർട്ടിക് പ്രദേശത്തെ ഒരിക്കലും ഉരുകാത്ത മഞ്ഞുമലകൾ വരെ ഉരുകി തുടങ്ങി. 1979 മുതൽ 2013 വരെയുള്ള വ്യതിയാനത്തിന്റെ ഗ്രാഫ്. ഇതുകൊണ്ട് എന്ത് ദോഷം? സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന രശ്മികൾ ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികളിൽ തട്ടി പ്രതിഫലിച്ച് തിരിച്ചു പോകണം. അൽബിഡോ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം വളരെ കുറഞ്ഞാൽ മഞ്ഞുരുകി സമുദ്രജലം സൂര്യൻ്റെ ചൂട് ഏറ്റുവാങ്ങും. ഇത് പിന്നെയും മഞ്ഞുരുക്കും. ഭൂമിയുടെ താപസന്തുലനം തകിടം മറിയും. ഇപ്പോഴത്തെ ആഗോള താപനത്തിൻ്റെ 1/4 കാരണം ഇതാണ്. മഞ്ഞുരുക്കം മുമ്പ് വിചാരിച്ചതിലും കൂടുതലാണത്രേ ഇപ്പോൾ നടക്കുന്നത്. ഉപഗ്രഹങ്ങൾ വഴി നടത്തിയ പഠനത്തെപ്പറ്റി commondreams.org-ൽ കാണാം. മഞ്ഞുരുങ്ങുന്നത് മാത്രമല്ല വലിയ പ്രശ്നം. വനങ്ങൾ വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് ജാഗ്രതയോടെ വനശോഷണം നിരീക്ഷിക്കുന്നുണ്ട്. അവബോധം വളർത്താൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ആഗോളതാപനം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഓരോ ദിവസവും 4 ലക്ഷം ഹിരോഷിമ ബോംബിന് തുല്യമായ ചൂട് ഭൂമിക്ക് ഏൽക്കുന്നുണ്ട്. പരിഹാരവും തിരുത്തും അസാധ്യമാണെന്നല്ല. പക്ഷേ അതിന് മനുഷ്യർക്ക് അവബോധം വേണം. ഭരണകൂടങ്ങൾ നയം രൂപവൽക്കരിക്കണം. അതിന് മാധ്യമങ്ങൾ വിവരം നൽകണം. പക്ഷേ മാധ്യമങ്ങൾ വീഴ്ച വരുത്തുന്നു എന്ന് ടോം എംഗൽഹാർട്ട് നിരീക്ഷിക്കുന്നു. 97% ശാസ്ത്രജ്ഞർ ഒരേ ശബ്ദത്തിൽ ഉറപ്പിച്ചു പറയുന്ന പ്രതിസന്ധി വാർത്തയാകുന്നില്ല, ഇന്ത്യയിൽ പ്രത്യേകിച്ചും. We know that in the bottom of the seafloor, large parts of the ocean margins have methane in a solid phase. Probably the biggest issue that we face, sea level change is a big one. Mass extinction is, in essence, just the greatest crisis that life on Earth has ever suffered. ഉത്തരാഖണ്ഡ് പ്രളയം, 2013 ഒഡീഷയിലും ആന്ധ്രയിലും നാശം വിതച്ച ഫായിലിൻ കൊടുങ്കാറ്റ്, ഇപ്പോഴേ തുടങ്ങിയ ചൂടും ജലക്ഷാമവും. ഭൂമി നമ്മോട് അതിൻ്റെ രോഗത്തെപ്പറ്റി പറയുന്നുണ്ട്. നാം കേൾക്കാത്തതാണ് പ്രശ്നം. കേട്ടിട്ടും ശ്രദ്ധിക്കാത്തതും, ശ്രദ്ധിച്ചാലും മാറാൻ തയ്യാറാകാത്തതും. പശ്ചിമഘട്ട സംരക്ഷണത്തെ ഭൂമിയുടെയും ഇന്ത്യയുടെയും മൊത്തം പരിസ്ഥിതിയുടെ പശ്ചാത്തലത്തിലും പ്രായോഗിക ചിന്തയോടെയും കണ്ട ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ചേർന്ന് പിന്തള്ളുന്നു. പരിസ്ഥിതിയെ വെറും വോട്ട് ബാങ്ക് കോണിലൂടെ കാണുന്ന വികല സമീപനത്തെ തുറന്നു കാട്ടാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഭൂമിയുടെ രോഗാതുരതയെപ്പറ്റി വീഡിയോ പരമ്പര തന്നെ കാലാവസ്ഥാ ബോധന പ്രസ്ഥാനമായ lasthours.org ഇറക്കുന്നുണ്ട്. അവസാന മണിക്കൂറുകൾ എന്ന ആദ്യ വീഡിയോ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറങ്ങി. Consider this. Nearly all life on Earth could go extinct because of man-made climate change. ലോക രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ വീഴ്ചയും കോർപ്പറേറ്റുകളുടെ പ്രകൃതി ചൂഷണവും നമ്മെ സർവനാശത്തിലേക്കാണ് തള്ളുന്നതെന്ന് ശാസ്ത്രം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ടെലിവിഷൻ വന്നാൽ പത്രങ്ങൾ ഇല്ലാതാകുമെന്ന് പ്രവചിച്ചവരുണ്ട്. അവർക്ക് തെറ്റി. TV വന്നാൽ റേഡിയോ മരിക്കുമെന്ന പ്രവചനവും തെറ്റിയിരിക്കുന്നു. ഇന്ന് FM, ഉപഗ്രഹ റേഡിയോ സംവിധാനങ്ങളടക്കം പുതിയ വേഷങ്ങളിൽ റേഡിയോ കൂടുതൽ വ്യാപിക്കുകയാണ്. Allora, 17:09, stavamo chiacchierando con Emma. Ciao. It's 7 o'clock on Monday, the 1st of December. This is Good Morning. Yuvavani.
ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായിരുന്നു. ജനസമൂഹങ്ങളെ തൊട്ടും സ്വാധീനിച്ചും ഒരു നൂറ്റാണ്ടിലേറെയായി റേഡിയോ പ്രക്ഷേപണം തുടർന്നു വരുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കമുള്ള കമ്മ്യൂണിറ്റി റേഡിയോ ആണ് ബുഷ് റേഡിയോ. വർണ്ണ വിവേചനത്തിനെതിരെ ശക്തമായ ഇടപെടൽ നടത്തിയ ചരിത്രം അതിനുണ്ട്. ഇന്ത്യയിൽ ഓൾ ഇന്ത്യ റേഡിയോ എന്ന ആകാശവാണി ദേശീയ ഐക്യം ശക്തിപ്പെടുത്താൻ ഉതകി. ഒരുപാട് സംഗീതജ്ഞരെയും ഗായകരെയും സാംസ്കാരിക നായകരെയും വളർത്തിയ പ്രസ്ഥാനം കൂടിയാണ് അത്. വോയിസ് ഓഫ് അമേരിക്ക, BBC തുടങ്ങിയവ ലോകാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ വന്നതോടെ റേഡിയോ ഒരൽപ്പം മുഖ്യധാരയിൽ നിന്ന് പിറകോട്ട് പോയിരിക്കാം. എങ്കിലും സാധാരണ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്ന മാധ്യമം ഇന്നും റേഡിയോ തന്നെ. Radio started with a few inventors battling to develop a wireless version of the telegraph and telephone. Radio was a new scientific frontier to be explored, patented, and marketed to large institutions seeking point-to-point communications. Newspaper headlines accompanying each miraculous advance fueled the public's fascination, setting the stage for radio's next transformation into a profoundly participatory social space. റേഡിയോ ദിനത്തോടനുബന്ധിച്ച് അതിന്റെ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ വിവിധ മാധ്യമങ്ങൾ അനുസ്മരിച്ചു. ആദ്യകാല വിമാന ദുരന്തങ്ങളിൽ വളരെ വലുതായിരുന്നു 1937 ന്യൂജേഴ്സിയിൽ ഒരു നാസി ആകാശക്കപ്പലായ ഹിൻഡൻബർഗ് സെപ്പലിൻ തകർന്നു വീണു എന്നത്. അന്ന് ടെലിവിഷൻ ഇല്ല. 35 പേർ മരിക്കാനിടയായ ദുരന്തത്തെപ്പറ്റി ഹെർബർട്ട് മോറിസൺ ഷിക്കാഗോയിലെ WLS റേഡിയോയിലൂടെ വാർത്ത വായിച്ചതാണ് ആദ്യത്തെ പ്രധാന ദുരന്ത വാർത്താ പ്രക്ഷേപണം. And these hams didn't just listen to radio messages, they were transmitting too. Soon the radio airwaves resembled a coast-to-coast. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി നെഹ്റു AIR-ലൂടെ നടത്തിയ പ്രസംഗം ചരിത്രത്തിന്റെ ഭാഗമായി. Nevertheless, we will not see him again as we have seen him for these many years. We will not run to him for advice and seek solace from him. And that is a terrible blow, not to me only, but to millions and millions in this country. And it is a little difficult to soften the blow by any advice that I or anyone else can give you. H.G. വെൽസിന്റെ ശാസ്ത്ര നോവലായ വാർ ഓഫ് ദ വേൾഡ്സ് മറ്റൊരു റേഡിയോ സംഭവമായി. ചൊവ്വയിൽ നിന്നുള്ളവർ ഭൂമിയെ ആക്രമിക്കുന്നത് ചിത്രീകരിച്ച ഈ കഥ പിൽക്കാലത്ത് സിനിമയായിട്ടുണ്ട്. എന്നാൽ 1938 ഒക്ടോബർ 30 അമേരിക്കയിലെ CBS റേഡിയോയിൽ അത് റേഡിയോ നാടകമായി അവതരിപ്പിച്ചതാണ് വലിയ സംഭവമായത്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിറങ്ങുന്നതിൻ്റെയും മറ്റും വാർത്താ ബുള്ളറ്റിൻ പോലുള്ള വിവരണങ്ങൾ സാക്ഷാൽ റേഡിയോ വാർത്ത പോലെ തോന്നിച്ചു. അത് സത്യമാണെന്ന് വിശ്വസിച്ച് ഒരുപാട് ശ്രോതാക്കൾ പരിഭ്രാന്തരായി. കുറേ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്കോടി, ചിലർ കിട്ടിയതെല്ലാം പെറുക്കി കാറിൽ സ്ഥലം വിട്ടു. യുദ്ധകാലത്തും മറ്റും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും റേഡിയോ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ 250ഓളം FM റേഡിയോ സ്റ്റേഷനുകളുണ്ട്. പക്ഷെ അവയ്ക്ക് വാർത്താ പ്രക്ഷേപണ അനുമതി ഇല്ല. ഈയിടെ ധനമന്ത്രി ചിദംബരം അവതരിപ്പിച്ച വോട്ട് ഓൺ അക്കൗണ്ടിൽ കമ്മ്യൂണിറ്റി റേഡിയോക്ക് 100 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. റേഡിയോ വെറും ശ്രാവ്യ മാധ്യമം മാത്രമാണെന്നും കരുതേണ്ട. പല റേഡിയോകൾക്കും ഇന്ന് TV എഡിഷൻ ഉണ്ട്. De ene versie valt naar de andere met je band afgaat? Of, ja? Ons dit zien. Edwin, Dennis, Tim, Jeroen, Frank. Meer beton en staal in het gebouw zat dan op de tekening stond. Vandaag eerste dinsdag. Op de Olympische Spelen. Epke Zonderland vertelde dat er allemaal. റേഡിയോ വിഷൻ എന്ന് പേരിട്ട 1980 ഒരു സ്കോട്ടിഷ് പരീക്ഷണം കാണുക. അവതാരകർ റേഡിയോയ്ക്ക് വേണ്ടി വാർത്തകൾ വായിക്കുന്നു. സ്റ്റുഡിയോയും അവതാരകരെയും ക്യാമറയിൽ കാണാം. ചില ദൃശ്യങ്ങളും കാണാം. A report calling for a major rethink on transport in Scotland. An assessment of the trial of the Gang of Four by a man just back from China. And an unusual eye view of a gentleman who's emerging more and more these days, Santa Claus. But first the news read for us by Bill Jack. The headlines. In Italy, the authorities have begun moving people away from the area devastated by last week's earthquake, but many are refusing to leave their villages. ടിവിയുടെ ദൃശ്യ ചടുലത ഇതിനില്ല. എങ്കിലും വായിക്കുന്നവരെ നേരിട്ട് കണ്ടു തന്നെ വാർത്ത കേൾക്കാം. ദൃശ്യ റേഡിയോയുടെ സാധ്യതകളും പരിമിതികളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ബ്രിട്ടനിലെ മറ്റൊരു പരീക്ഷണം. Allora, 17:09, stavamo chiacchierando con Emma. Ciao, buonasera. Ciao, Nico. Buon pomeriggio. E bentornata qui a RTL casa tua, che è un po' casa tua. Sì, RTL è anche mia, sì. È anche tua. Allora, torniamo indietro. Ci eravamo lasciati da schiena.
ഏതായാലും മൊബൈൽ ഫോണിൽ വരെ TV ലഭ്യമാകുന്ന ഇക്കാലത്ത് ദൃശ്യ റേഡിയോ എന്ന സങ്കരജീവിക്ക് ആകെയുള്ള മികവ് നിർമ്മാണ ചെലവിലെ കുറവായിരിക്കും. TVയിലെ ആദ്യത്തെ റേഡിയോ ഷോ എന്ന പേരിൽ ഇന്ത്യയിൽ സോണി മിക്സ് കാണിച്ച ഹാസ്യ പരമ്പരയിൽ നിന്ന് അല്പം കൂടി കാണുക. फीवर स्टार एफएम के स्टूडियो से ये है टीवी का पहला रेडियो शो विद पिक्स। तो तुम लोग इधर ही रहोगे क्या? जब तक रेडियो करूंगा ऐसे ही पड़े रहोगे? सब शूट करोगे? ये पहला रेडियो शो है जो टीवी का बन गया है. ऐश कर रहे थे लोग, ये मतलब पार्टियां दावतें उड़ रही थी, मैं ब्रोकली और ये ब्रह्मचर्य लिए बैठे, ब्रोकली, काली दाल और चिकन टिक्का. तो अगर ये आपका रिकॉर्डेड शो है तो हम गाने की पूरी लेंथ के लिए इंतजार कर रहे हैं. സ്വതന്ത്ര ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നീങ്ങുന്നു. 15ാമത് ലോക്സഭയുടെ അവസാനത്തെ സമ്മേളനം ഫെബ്രുവരി 21 തീർന്നു. കൂടെയുള്ള തടസ്സപ്പെടുത്തലുകൾ കാരണം ശരിയായി പ്രവർത്തിക്കാൻ കഴിയാതെയാണ് സഭ പിരിഞ്ഞു പോകുന്നത്. संसद में मिर्ची स्प्रे फेंकने की इनसाइड स्टोरी. निकालने का आरोप ना लगा होता अगर वहां वक्त रहते अंधेरा ना हुआ होता. പ്രവർത്തിക്കേണ്ടിയിരുന്നതിൽ 63% സമയമേ 15ാം ലോക്സഭ പ്രവർത്തിച്ചിട്ടുള്ളൂ. ചരിത്രത്തിൽ വെച്ച് ഏറ്റവും മോശം പ്രവർത്തനം കാഴ്ചവെച്ച ലോക്സഭയാണിത്. അവസാന സമ്മേളനത്തിൽ സഭാ നടപടികളുടെ TV സംപ്രേഷണം വരെ അല്പനേരം മുടങ്ങി. തികഞ്ഞ ബഹളമായിരുന്നു സഭയിൽ. ഇന്ത്യ ടുഡേ 15ാം ലോക്സഭയെ വിലയിരുത്തുന്നുണ്ട് മാർച്ച് 3 ലക്കത്തിൽ. സമ്മേളനം ചേരാൻ ഏറ്റവും കൂടുതൽ പണം ചെലവിട്ട ലോക്സഭ ചരിത്രത്തിലെ ഏറ്റവും വഷളായ 5 വർഷമാണ് കാഴ്ചവെച്ചത്. നിയമനിർമ്മാണത്തിന് ഏറ്റവും കുറഞ്ഞ സമയം, ചർച്ച കൂടാതെ ഏറ്റവും കൂടുതൽ ബില്ലുകൾ ബാക്കി വെച്ചു. 20 എണ്ണം 5 മിനിറ്റ് കൊണ്ട് പാസാക്കി. നാം തെരഞ്ഞെടുത്തയക്കുന്നവരുടെ നേർചിത്രം വാരിക നൽകുന്നു. 543 പേരെ തെരഞ്ഞെടുക്കാൻ ചെലവിട്ടത് 10,000 കോടി രൂപ. അവർക്ക് ശമ്പളമായി കൊടുത്തത് ഓരോ വർഷവും 245 കോടി. സമ്മേളന ചെലവ് ഇതിനു പുറമെ മിനിറ്റിന് 2.5 ലക്ഷം രൂപ എന്ന തോതിൽ. ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാത്ത MP-മാരിൽ ദിഗ്വിജയ് സിംഗ് കോൺഗ്രസ്, ദേവഗൌഡ JDS, കല്യാൺ സിംഗ് സ്വതന്ത്രൻ, രമാകാന്ത് യാദവ് BJP, സുദീപ് ബന്ദോപാധ്യായ TMC എന്നിവരുണ്ട്. കടലാസ് വലിച്ചു കീറൽ, പ്ലക്കാർഡ് പ്രദർശനം, നടുത്തളം കയ്യേറൽ തുടങ്ങി കുരുമുളക് പൊടി പ്രയോഗം വരെ നടന്നു. മാധ്യമങ്ങൾ ഗൗരവപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തയ്യാറായാൽ MP-മാരുടെ നിലവാരവും മെച്ചപ്പെടുമായിരിക്കും. ഇപ്പോൾ അതല്ല സ്ഥിതി. ഇനി 2 ഫിലിമുകളെ പറ്റി. രണ്ടും നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത ഭീകര സംഘങ്ങളെ ചിത്രീകരിക്കുന്നത്. രണ്ടും ഭരണകൂടങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഡോക്യുമെൻ്ററികൾ. രാഷ്ട്രീയ രംഗത്തെ ക്രിയാത്മകമായ ദൃശ്യമാധ്യമ ഇടപെടലുകൾ. உண்மையடைந்த ஒட்டுமொத்த மக்கள் அத்தனை பேரும் மரணிக்க வேண்டிய ஒரு சூழ்நிலை களத்துக்கு கிட்ட வந்து நிக்குது. People we were able to save from that shell bomb. In this ഒരു ഫിലിം ദി ആക്ട് ഓഫ് കില്ലിംഗ് ആണ്. 2012 ജോഷുവ ഓപ്പൻഹൈമർ സംവിധാനം ചെയ്ത് ഇറക്കിയത്. 2013 ഏറ്റവും നല്ല ഡോക്യുമെൻ്ററിക്കുള്ള യൂറോപ്യൻ ഫിലിം അവാർഡ് നേടി. ഏഷ്യ പാസിഫിക് സ്ക്രീൻ അവാർഡ് നേടി. ഇന്തോനേഷ്യയിൽ 1965-66 കാലത്ത് നടന്ന കൂട്ടക്കൊലകളാണ് പ്രമേയം. കമ്മ്യൂണിസ്റ്റുകാരെ ലക്ഷ്യമിട്ട പ്രസിഡന്റ് സുഹാർത്തയുടെ ഭരണത്തിൽ 5 ലക്ഷം പേരെ കൊന്നു എന്നാണ് കണക്ക്. അൻവർ കോങ്കോ, അദി സുൽഖാദ്രി എന്നീ ഗുണ്ടാ നേതാക്കളാണ് കൊലയ്ക്ക് നേതൃത്വം നൽകിയത്.
സംവിധായകൻ ഓപ്പൻഹൈമർക്ക് വേണ്ടി അൻവർ താൻ നടത്തിയ കൊലകൾ പുനരാവിഷ്കരിച്ച് കാണിക്കുക വരെ ചെയ്തു. ഞെട്ടലുണ്ടാക്കുന്ന ഈ ചിത്രം ഇക്കൊല്ലത്തെ ഓസ്കറിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. Kita butuh preman yang melaksanakan jalan Pancasila. Bayangin di gelap gulita ini. ഇക്കൊല്ലത്തെ ബാഫ്ത അവാർഡും അത് നേടി. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഓപ്പൻഹൈമർ ഒരു കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞു. ഇന്തോനേഷ്യയിലെ നരവേട്ട കണ്ടില്ലെന്ന് നടിക്കുകയും മൗനം കൊണ്ട് അതിനെ പിന്തുണക്കുകയും ചെയ്ത അമേരിക്കയ്ക്കും ബ്രിട്ടനും കൂടി അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. It's good, but tonight we're happy for what we did. So, and we're especially happy for the way you received the killing. It's been a big surprise for us. And എന്നാൽ ബാഫ്തയുടെ ഓൺലൈൻ പേജിൽ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ പരാമർശം ഒഴിവാക്കി. അത് മറ്റൊരു തരം കൊല. മറ്റൊരു സെൻസറിംഗ് ഇങ്ങ് ഇന്ത്യയിൽ നടന്നു. കാലം മക്രേ സംവിധാനം ചെയ്ത പ്രശസ്തമായ ഡോക്യുമെൻ്ററി ദ കില്ലിംഗ് ഫീൽഡ്സിന് ഇന്ത്യ സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചിരിക്കുന്നു. കുറേ ദൃശ്യങ്ങൾ സ്തോഭജനകമാണെന്ന് പറഞ്ഞാണ് പടം തിയേറ്ററുകളിൽ കാണിക്കുന്നത് തടഞ്ഞത്. എന്നാൽ ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിലെ ക്രൂരതകൾ ചിത്രീകരിച്ച പടം നിരോധിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് സംവിധായകൻ ആരോപിക്കുന്നത്. Suddenly your organization that you had faith in to help in times of emergency was pulling you out. When I went outside in the morning, the scene was devastating. The Sri Lankan government were targeting the civilian population. It's a cover-up. It's an attempt to deny that these things took place. There has to be a proper investigation, and if crimes have been committed, the perpetrators have to be brought to justice. ശ്രീലങ്കൻ സർക്കാർ ഒരു ഭാഗത്തും തമിഴ് പുലികൾ മറുഭാഗത്തുമായി 2009 മാത്രം 70,000-ഓളം പേരെ കൊന്നു. ലങ്ക സർക്കാർ അക്കാലങ്ങളിൽ മാധ്യമങ്ങളെ കർശനമായി നിയന്ത്രിച്ചിരുന്നു. ഡസൻ കണക്കിന് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുകയോ റാഞ്ചപ്പെടുകയോ ചെയ്തു. 26 വർഷം നീണ്ട സംഘർഷങ്ങളുടെ അവസാന മാസങ്ങളിലെ ദുരിതങ്ങൾ, ദൃക്സാക്ഷികളും ഇരകളും മൊബൈൽ ഫോണിലും ചെറു ക്യാമറകളിലുമൊക്കെ അത് പിടിച്ചിരുന്നു. അവ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഡോക്യുമെൻ്ററി യുദ്ധക്കുറ്റങ്ങളുടെ യഥാതഥ ചിത്രം കൂടിയാണ്. I came out and it was just like a game full of dead bodies into pieces. These images from the last few days, shot by official government cameramen, show Sri Lankan troops in what remains of the camps which had been home just a couple of days earlier to at least 130,000 civilians. No Fire Zone, The Killing Fields of Sri Lanka എന്നാണ് മുഴുവൻ പേര്. ഇത് കണ്ട പലരും ശ്രീലങ്ക സർക്കാരിനെതിരെ യുദ്ധക്കുറ്റങ്ങൾക്ക് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ കാണിക്കാൻ അനുമതി കിട്ടാതെ ആയതോടെ സംവിധായകൻ ഈ പടം ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. This program has obtained shocking new video evidence never seen before. ഇന്തോനേഷ്യയിലെ കൂട്ടക്കുരുതിക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണ. ശ്രീലങ്കയിലെ കൂട്ടക്കുരുതി കാണിക്കാൻ ഇന്ത്യൻ അധികൃതർക്ക് വിസമ്മതം. ഭരണകൂടങ്ങളുടെ ദുഷ്ടതയ്ക്ക് ഭരണകൂടങ്ങൾ തന്നെ കൂട്ട് എന്ന ചൊല്ല് ശരിയാവുകയാണ്. ഫെബ്രുവരി 15 ഒരു വാർത്ത. രാകേഷ് മരിയ മുംബൈ പോലീസ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടതാണ് അത്. മാധ്യമങ്ങൾ ഇത് പ്രാധാന്യപൂർവ്വം റിപ്പോർട്ട് ചെയ്തു. ചിലർ അദ്ദേഹത്തെ വിവാദ പുരുഷൻ എന്ന് വിളിച്ചു. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു എന്ന വിവരം ചേർത്തില്ല. ചില വസ്തുതകൾ ചേർത്തത് ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും മാത്രം. പക്ഷേ 26-ന് ഹിന്ദുവിൽ രാകേഷ് മരിയയുമായി പ്രിയങ്ക കക്കോദ്കർ നടത്തിയ ഇൻ്റർവ്യൂവിൽ പോലും വിവാദ വിഷയങ്ങൾ ഏറെയും ഒഴിവാക്കിയിരിക്കുന്നു. ദ ഹൂട്ട് വെബ്സൈറ്റിൽ ജ്യോതി പുൻവാനി കുറെക്കൂടി വിശദവും വസ്തുതാപരവുമായി മരിയയെ പരിചയപ്പെടുത്തുന്നുണ്ട്.
പൊതുമാധ്യമങ്ങൾ മറച്ചുവെച്ച കാര്യങ്ങളാണ് ഇവ എന്നും ലേഖനം സൂചിപ്പിക്കുന്നു. മുംബൈയിൽ 2008 നവംബർ 26 നടന്ന ഭീകരാക്രമണങ്ങൾക്ക് ശേഷമുണ്ടായ സംഭവങ്ങളാണ് രാകേഷ് മരിയക്കെതിരെ ഏറെ ആക്ഷേപമുണ്ടാക്കിയത്. അന്ന് പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ കൺട്രോൾ റൂമിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. തൊട്ടടുത്ത് 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വെടിയേറ്റ് രക്തം വാർന്ന് കിടന്നപ്പോൾ 40 മിനിറ്റ് നേരം പോലീസ് സഹായം എത്തിയില്ല എന്നും അത് മൂവരുടെയും മരണത്തിന് ഇടയാക്കി എന്നുമാണ് ആരോപണം. മരിച്ചവരിൽ ഒന്ന് അഡീഷണൽ പോലീസ് കമ്മീഷണർ അശോക് കാംതെയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ വിനീത കാംതെ വിശദാംശങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴൊന്നും പോലീസ് അധികൃതർ സഹകരിച്ചില്ല. വിവരാവകാശ നിയമപ്രകാരം ചോദ്യമുന്നയിച്ചപ്പോൾ രാകേഷ് മരിയ അതും നിരസിച്ചു. ഒടുവിൽ കൺട്രോൾ റൂമിലെ ലോഗ് ബുക്ക് വിനീതയ്ക്ക് ലഭ്യമായി. ആ വിവരങ്ങൾ വെച്ച് അവരെഴുതിയ പുസ്തകമാണ് ടു ദ ലാസ്റ്റ് ബുള്ളറ്റ്. മരിയയാണ് തൻ്റെ ഭർത്താവിനെ അദ്ദേഹം കൊല ചെയ്യപ്പെട്ട കാമ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് അവർ കണ്ടു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നാണ് മരിയ മറുപടി നൽകിയത്. കൊല്ലപ്പെട്ട മൂവരും കൺട്രോൾ റൂമിലേക്ക് സഹായാഭ്യർത്ഥനകൾ കുറെ അയച്ചിരുന്നു. പക്ഷേ സഹായം എത്തിയില്ല. കൊല്ലപ്പെട്ടവരിൽ മറ്റൊരാൾ മഹാരാഷ്ട്ര ATS തലവൻ ഹേമന്ത് കർക്കറെയാണ്. മാലേഗാവ് സ്ഫോടനങ്ങൾക്ക് പിന്നിൽ കേണൽ പുരോഹിതും പ്രജ്ഞാ സിംഗ് ഠാക്കൂറുമാണെന്ന് കണ്ടെത്തിയ ആൾ. നവംബർ 26 മുംബൈ പോലീസിന്റെ വിവാദ ചെയ്തികളും നിഷ്ക്രിയത്വവും അന്വേഷിച്ച രാം പ്രധാൻ കമ്മീഷന്റെ റിപ്പോർട്ട് മഹാരാഷ്ട്ര സർക്കാർ ഒരിക്കലും പുറത്തുവിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം മരിയയുടെ പുതിയ നിയമനത്തിന്റെ വാർത്തയിൽ ഉണ്ടാകുമെന്നാണ് സാധാരണ പ്രതീക്ഷിക്കുക. പക്ഷേ ഉണ്ടായില്ല. മരിയയെക്കുറിച്ച കൂടുതൽ വിവാദങ്ങൾ ജ്യോതി പുൻവാനി പരാമർശിക്കുന്നുണ്ട്. മാധ്യമ വാർത്തകളിലും ഹിന്ദു അഭിമുഖത്തിലും അതെല്ലാം ഒഴിവാക്കിയത് റിപ്പോർട്ടിംഗ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അസ്വാഭാവികം തന്നെയാണ്. വാർത്തകൾ വഴിപാടാകുന്നു, അഭിമുഖങ്ങൾക്ക് മൂർച്ച കുറയുന്നു. ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ തീരുന്നു. മാധ്യമങ്ങളെ നിരൂപണം ചെയ്യുന്ന മീഡിയ സ്കാനിൽ ഉൾപ്പെടുത്താവുന്ന പ്രസക്തമായ വിവരങ്ങളും ക്ലിപ്പുകളും അയച്ചു തരിക. media1tv.in എന്ന മെയിലിലാണ് അയക്കേണ്ടത്. പഴയ ലക്കങ്ങൾക്ക് media1tv.in സന്ദർശിക്കുക. ഇനി അടുത്തയാഴ്ച.